بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اتقوا الله حيثما كنتم. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സർവശക്തനായ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മുഅ്മിനായി, മുസ്ലിമായി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന, പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്ക് അല്ലാഹു വേഗത്തിലുള്ള ശമനം, ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്ന്, വിശ്വാസി കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ജ്യേഷ്ഠാനീയന്മാർക്ക്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക്, സഹോദര സഹോദരിമാർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് ഇങ്ങനെ മാറി മറിയുന്ന രീതിയിലാണ്. ഈ മിമ്പറിൽ വെച്ച് തന്നെ ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഖൽബ് എന്ന് പറഞ്ഞാൽ ഖൽബ്. അതിന്റെ ഭാഷാർത്ഥത്തിൽ തന്നെ അതിങ്ങനെ മറിച്ചു വെക്കുന്നതിനും തിരിച്ചു വെക്കുന്നതിനും ഒക്കെ പ്രയോഗിക്കാവുന്ന ഒരു വാക്കാണ്. ആ ബോക്സ് ഒന്ന് തിരിച്ചു വെക്കാൻ വേണമെങ്കിൽ അറബിയിൽ ഖല്ലിബ് എന്ന് പറയാം. അതിന്റെ ഓർഡർ ഫോം അതാണ്. തിരിച്ചു വെക്കും. ഖൽബ് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തി, മനുഷ്യന്റെ മനസ്സ് തിന്മകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞ് മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയിൽ സബ്ബിത്ത് ഖൽബി, എന്റെ കൽബിനെ നീ ഉറപ്പിച്ചു നിർത്തണം, അല ദീനിക്, അല്ലാഹുവേ നിന്റെ ദീനിൽ. സ്വർഗം ഉറപ്പുള്ള, സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടവും തുറക്കാൻ ആവശ്യപ്പെടാൻ അധികാരം കൊടുത്ത മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹുവിനോട് പറയുന്നത്, എന്റെ ഖൽബിനെ റബ്ബേ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സ് എത്രത്തോളം പിടക്കുന്നുണ്ട്, ആ ഹൃദയത്തിന്റെ തുടിപ്പല്ല ഞാൻ പറയുന്നത്, എത്രത്തോളം തിന്മകളിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ ഹൃദയത്തിനുള്ള മരുന്നാണ്, ഹൃദയത്തിനുള്ള ഭക്ഷണമാണ്, ഖൽബിന്റെ ഭക്ഷണമാണ് നാം ജീവിതത്തിൽ നിർവഹിക്കേണ്ടതായ ദിക്റുകൾ, അദ്കാറുകൾ. അതിലേക്കുള്ള ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഖുതുബയിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നാൽ പറയുന്ന വാക്കെന്താണ്? അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. അതിന്റെ അർത്ഥം എന്താ? ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് വീണ്ടും ജീവിതത്തിലേക്ക് ഞങ്ങളെ ഉണർത്തിക്കൊണ്ടുവന്ന ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവേ, നിനക്കാകുന്നു സർവസ്തുതി. അൽഹംദുലില്ലാഹ്. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവൻ എങ്ങനെയുള്ളവനാണ്? നമ്മെ ഉറക്കത്തിൽ നിന്ന് വീണ്ടും ജീവിതം തന്ന് ഉണർത്തിയവനാണ്. അവനിലേക്കാണ് നമ്മുടെ മടക്കം. പ്രിയപ്പെട്ടവരെ, ഉറക്കത്തിൽ ധാരാളം ആളുകൾ മരിക്കുന്നുണ്ട്. പെർ ഡേ, ഒരു ദിവസം 25,000-ഓളം ആളുകൾ ഉറക്കത്തിൽ മരിക്കുന്നു എന്നതാണ് കണക്ക്. അപ്പൊ ഈ പ്രാർത്ഥന, ഉറക്കമാകുന്ന മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് വീണ്ടും ഉണർത്തിക്കൊണ്ടുവന്ന റബ്ബേ, നിനക്ക് സ്തുതി. അപ്പൊ ആ 25,000-നെ മാസം കൊണ്ട്, വർഷം കൊണ്ട് കുടിക്കുമ്പോ എത്ര ആളുകളുടെ മരണമാണ് ഒരു വർഷം ഉറക്കത്തിൽ. എന്നെ നേരത്തെ വിളിക്കണേ എന്ന് പറഞ്ഞേൽപ്പിച്ച്, എനിക്കൊരു സ്ഥലത്തേക്ക് പോവാനുണ്ട്, 4 മണിക്ക് വിളിക്കണം, 3 മണിക്ക് വിളിക്കണം, 2 മണിക്കൂർ ഉറങ്ങാനേ സമയമുള്ളൂ എന്ന് പറഞ്ഞ് കിടന്ന മനുഷ്യൻ 4 മണിക്ക് വിളിക്കുമ്പോ മിണ്ടുന്നില്ല, മരിച്ചിട്ട് അരമണിക്കൂറായി. അതേ കട്ടിലിൽ ആ മനുഷ്യനോട് ചേർന്നു കിടന്ന ഭാര്യ, ആ മനുഷ്യൻ ഉറക്കത്തിൽ മരണപ്പെട്ടത് അറിഞ്ഞിട്ടില്ല. അതേ കട്ടിലിൽ ഭർത്താവിനോട് ചേർന്ന് കിടന്ന ഭാര്യ, സുഹൃത്തുക്കളെ, അയാളുടെ മരണം അറിഞ്ഞില്ല, ഇവളുടെ മരണം അയാൾ അറിഞ്ഞില്ല. എത്ര മരണങ്ങളാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സുബഹിക്ക് ശേഷം ധാരാളം സമയം അള്ളാഹുവിന്റെ ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥനയിലും ദിക്റിലുമായി മുഴുകും. ചില ആളുകൾ അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കും, എത്ര സമയമായി? ഇതെന്റെ കൽബിനുള്ള ഭക്ഷണമാണ്. രാവിലെ കൊടുക്കേണ്ട എന്റെ ഹൃദയത്തിനുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാതിരുന്നാൽ എന്റെ ജീവിതം താളം തെറ്റുമെന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതമായാൽ പറയും, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, ഈ ഉമ്മത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ഫീ ബുകൂരിഹാ, ഈ പ്രഭാതത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഒരു പ്രഭാതത്തിലേക്ക്, ഒരു സുപ്രഭാതത്തിലേക്ക് വരാൻ ഭാഗ്യം കിട്ടുക. ഒരു ദിവസം കൂടി റബ്ബ്, ഒരു പ്രഭാതം കൂടി നമുക്ക്, ഒരു സൂര്യോദയം കൂടി നമുക്ക് അല്ലാഹു നൽകി. പ്രവാചകന്റെ പ്രാർത്ഥന എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി. മനസ്സുണ്ടെന്ന് പറഞ്ഞു നോക്കി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി, ഈ ഉമ്മത്തിന് റബ്ബേ നീ ബറക്കത്ത് കൊടുക്കണേ, ഫീ ബുകൂരിഹാ, ഇതാ ഒരു പ്രഭാതത്തിൽ, ഈ പ്രഭാതത്തിൽ, ഒരു പുതിയ സൂര്യോദയത്തിൽ, ഈ സുപ്രഭാതത്തിൽ വന്നെത്തിയ പടച്ചവനെ, എന്റെ ഉമ്മത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ട് രാവിലെ ധാരാളം പ്രാർത്ഥിക്കുക, ധാരാളമായി ദിക്റുകൾ ചൊല്ലുക. പള്ളിയിൽ ഇരുന്ന്, പ്രിയപ്പെട്ടവരെ, കുറച്ച് ദീർഘമായി പ്രാർത്ഥിക്കാൻ തിരക്കില്ലാത്തവർ പള്ളിയിൽ ഇരുന്നു കൊണ്ട് സുബഹിക്ക് ശേഷം ധൃതി കൂട്ടാതെ പള്ളിയിൽ ഒന്ന് ഇരുന്ന് ദുആയിലും ദിക്റുകളിലുമായി മുഴുകാൻ ശ്രമിക്കുക. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫദ്ദിക്റു, ദിക്ർ എന്നത് ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്, മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ഒഴിച്ചുകൂടാനാവാത്തതാണോ അതുപോലെയാണ് ദിക്ർ. എന്താ പറഞ്ഞേ? കൽബിനുള്ള ഭക്ഷണമാണ് ദിക്ർ. ആ കൽബിന് എത്രത്തോളമാണ് ഈ ദിക്ർ ബന്ധപ്പെട്ട് നിൽക്കുന്നത്? ഫദ്ദിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്, ഒരു മത്സ്യത്തിന് വെള്ളം എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെയാണ് കൽബിന് ദിക്ർ. എന്നിട്ട് അദ്ദേഹം പറയാ, വകൈഫ യകൂനു ഹാലു സമക് ഇദാ ഫാറഖൽ മാ, വെള്ളത്തിൽ നിന്ന് വേർപെട്ടു പോയ മത്സ്യം പിടക്കുന്നത് പോലെ
വെള്ളത്തിൽ നിന്ന് വേർപെട്ടു പോയ ഒരു മത്സ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ അതുപോലെയാണ് അല്ലാഹു വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു മുഅ്മിനായി അറിയപ്പെടുന്ന മുസ്ലിമായി അറിയപ്പെടുന്നവന്റെ ഹൃദയം ദിക്റിൽ നിന്ന് വേർപെട്ടു പോയാൽ, ഇന്ന് ഇത്ര സമയമാകുമ്പോഴേക്ക് നമ്മളൊക്കെ എത്ര ദിക്ർ ചൊല്ലി? അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയണേ, അസ്തഗ്ഫിറു, ഞാൻ അല്ലാഹുവിനോട് എനിക്ക് പുറത്തുകൊണ്ട അല്ലാ, എനിക്ക് പുറത്തുകൊണ്ട അല്ലാ, എനിക്ക് പുറത്തുകൊണ്ട അല്ലാ ചൊല്ലാറുണ്ട്. ഫിൽ യൗമി, ഒരു ദിവസം തന്നെ 100 തവണ. ആര്? ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നമ്മുടെ നേതാവായ തങ്ങളായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ദിവസവും 100 തവണ എനിക്ക് പുറത്തുകൊണ്ട റബ്ബേ എന്ന് പറയും. തെറ്റ് ചെയ്തിട്ടില്ല. ചെറിയ തെറ്റിൽ നിന്ന് പോലും മുത്തുനബിക്ക് അല്ലാഹു കാവൽ, സുരക്ഷിതത്വം, ഒരു പ്രൊട്ടക്ഷൻ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകന്മാരൊക്കെ മഅസൂമിങ്ങളാണ്, നമ്മളാരും മഅസൂമിങ്ങളല്ല. തെറ്റിൽ നിന്ന് നമുക്ക് അവർക്ക് കൊടുത്തൊരു രക്ഷാ കവചം നമുക്ക് നൽകിയിട്ടില്ല. അവർക്ക് അല്ലാഹു ഒരു പ്രത്യേക സുരക്ഷിത വലയം കൊടുത്തിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ അവസാനത്തെ റസൂലായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്, അസ്തഗ്ഫിറു ഫിൽ യൗമി, ഒരൊറ്റ ദിവസം ഞാൻ ഇസ്തിഗ്ഫാർ നടത്തും 100 തവണ. ചില റിപ്പോർട്ടിൽ 70 തവണ. നമ്മൾ ഇന്ന് നേരം വെളുത്തിട്ട് ഈ ജുമഅയുടെ സമയമായപ്പോ സുബഹിക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം പിന്നെ നമ്മൾ ചൊല്ലിയോ? പിന്നെ നമ്മൾ ചൊല്ലി? നമ്മൾ നബിയാണോ? നമ്മൾ ആരെങ്കിലും സഹാബികളാണോ? നമ്മൾ ആരെങ്കിലും ആ താബീങ്ങളുടെ പദവിയിലെത്തിയവരാണോ? നമ്മൾ ആരെങ്കിലും മഅസൂമികളുടെ പദവിയിലെത്തിയവരാണോ? എന്നിട്ടും നമ്മുടെ മനസ്സ് റബ്ബേ എനിക്ക് പുറത്തുകൊണ്ട, റബ്ബേ എനിക്ക് മാപ്പുകൊണ്ട, എന്റെ ജീവിതത്തിൽ പറഞ്ഞു പോയത്, കണ്ടുപോയത്, കേട്ടുപോയത്, ചെയ്തു പോയത് അതൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ തികട്ടി വന്ന് എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് കൽവുയർത്തി, കണ്ണുയർത്തി, വിതുമ്പുന്ന ചുണ്ടുകളുമായി ഇസ്തിഗ്ഫാർ നടത്താൻ, പശ്ചാത്താപ മനസ്സുമായി റബ്ബിനോട് ദുആ ചെയ്യാൻ എത്ര പേർക്ക് സാധിച്ചു? ഒരു മത്സ്യം വെള്ളവുമായി എത്ര ഇടകിച്ചേർന്ന് നിൽക്കാൻ ആ മനുഷ്യൻ നിർബന്ധിതനാണോ, അതുപോലെ ഒരു മനുഷ്യന്റെ ഖൽബ് ദിക്റുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കണം. ഫൈദാ ഗഫലൽ അബ്ദു അനി ദിക്രി, ദിക്റിൽ നിന്ന് മനുഷ്യൻ ഇങ്ങനെ അശ്രദ്ധനായി പോയാൽ, മുമ്പൊക്കെ നിസ്കാരം കഴിഞ്ഞ് സാവകാശം കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, ആ ഷോപ്പ് നടത്തുന്ന ആളാണ്, ക്രയവിക്രയത്തിൽ ഓടി നടക്കുന്ന ആളാണ്. പക്ഷേ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് 3 വട്ടം, اللهم انت السلام منك السلام اللهم لا مانع لما اعطيت لا اله الا الله وحده سبحان الله الحمد لله الله اكبر, ഇതൊക്കെ ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാനാവാത്ത ദിക്റ. അതുപോലും ചെല്ലാൻ സമയമില്ലാതെ എഴുന്നേറ്റ് ഓടുന്ന മുസ്ലിമേ ചിന്തിക്കണേ, ആലോചിക്കണേ. പിന്നെ ബാക്കി ദിക്റുകളൊക്കെ ചെല്ലാൻ നമുക്ക് സമയം ഉണ്ടാവൂ? പറയേണ്ട പണ്ഡിതന്മാർ, ദിക്റിൽ നിന്നെങ്ങാനും ഒരടിമ അശ്രദ്ധനായി മാറിപ്പോയാൽ അവന്റെ ഖൽബിന്റെ മേൽ പിശാച് ഇങ്ങനെ അടയിരിക്കും. പിശാച് അവിടെ ഇങ്ങനെ അമർന്നിരിക്കും. പിടുത്തം വിടാതെ അവന്റെ കൽബിന്റെ മേലെ പിശാച് സ്ഥാനമുറപ്പിക്കും. എന്നിട്ട് അവന്റെ മനസ്സിൽ ഇങ്ങനെ അസ്വസ്ഥതയുണ്ടാക്കും കേട്ടോ. എന്നിട്ട് അവൻ ഉലാത്തുകയും ചെയ്യും. അവന്റെ ഹൃദയത്തിന്മേൽ അടയിരുന്ന്, അവന്റെ കൽബിന്മേൽ അമർന്നിരുന്ന് അവിടെ ഇങ്ങനെ വസ്വാസുകൾ ഉണ്ടാക്കി അവിടെ ഉലാത്തിക്കൊണ്ടിരിക്കും. അല്ലാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ദിക്റുകളിൽ മുഴുകുകയാണെങ്കിൽ പിശാച് ഇങ്ങനെ ചുരുങ്ങി പോവുകയും നിസ്സാരനാവുകയും, രക്ഷയില്ല, ഈ മനുഷ്യന്റെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചോടുകയും ചെയ്യും. നമ്മുടെ കൂടെ ശൈത്താൻ ഉണ്ടാവോ? നമ്മളടുത്ത് നിന്ന് അകന്നു പോയിട്ടുണ്ടാകും. ദിക്റൊക്കെ ചെല്ലാൻ എവിടെ സമയം എന്നാണ് ചില ആളുകൾ ചോദിക്കുക. അതൊക്കെ ചൊല്ലി പറയാൻ സമയം വേണ്ടേ? എനിക്ക് എത്ര സമയം വേണം? സുഹൃത്തുക്കളെ,
എന്റെയും നിങ്ങളുടെ ഒരു വാഹനത്തിൽ അടിക്കുന്ന ഇന്ധനം പോലെ, ഒരു മത്സ്യത്തിന് വെള്ളം എത്രത്തോളം പ്രിയപ്പെട്ടവരെ അത്യാവശ്യമാണോ അതുപോലെ എന്റെയും നിങ്ങളുടെയും കൽബിനുള്ളിൽ ഉറച്ചു നിൽക്കേണ്ട ഒന്നാണ് പ്രാർത്ഥനകളും ദിക്റുകളും ഖുർആനിന്റെ പാരായണവും ഒക്കെ. അപ്പോഴാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ധാരാളമായി ഓർക്കുക. അപ്പൊ പിന്നെ അവന് സുബഹി നഷ്ടപ്പെടൂല. കാരണം അതൊക്കെ ചൊല്ലിപ്പറഞ്ഞ് പ്രാർത്ഥിച്ച് കൈകളിൽ ഊതി ഖുർആനിന്റെ സൂറത്തുകൾ ഓതി ശരീരമെത്താവുന്ന സ്ഥലത്തൊക്കെ കൈകൊണ്ട് തടവി വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് റബ്ബേ ഈ ഉറക്കത്തിലെങ്ങാനും ഞാൻ മരണപ്പെടുകയാണെങ്കിൽ അല്ലാഹുവേ ബിസ്മിക നിന്റെ നാമത്തിലാണ് അമൂത്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ മരണം വഅഹ്യാ ഇനി എനിക്ക് ജീവിതമുണ്ടെങ്കിൽ എന്റെ ജീവിതം. ഇത് പറഞ്ഞ് കിടന്ന ഒരാൾ നിർബന്ധിക്കാതെ തന്നെ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ഉണരും. അങ്ങനെ അവന് സുബഹി കിട്ടിയാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മൻ സല്ല സുബ്ഹ് ഒരാളുടെ സുബഹി നമസ്കാരം അവന് കിട്ടി. പണ്ഡിതന്മാർ പറയാണ് അത് ജമാഅത്തായി നിസ്കരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ് അവൻ അല്ലാഹുവിന്റെ സുരക്ഷിതത്വത്തിലാണ് അന്നത്തെ ദിവസം. ഈ പള്ളിയിൽ നൂറുകണക്കിന് ആളാ, മേലെയൊക്കെ ഉണ്ട് ആളുകൾ. ഇന്ന് എത്ര പേർക്ക് സുബഹി ജമാഅത്ത് കിട്ടി? കിട്ടാത്തവർക്ക് എന്താ കാരണം? യാത്രയിലായിരുന്നു. ചോദിക്കുക മനസ്സിനോട്. ഞാൻ ഈ മിമ്പറിൽ നിന്ന് നിങ്ങളുടെ കൽബിനോട് ചോദിക്കുകയാണ്. ഒരങ്ങാടിയിൽ കവലയിൽ പ്രസംഗിക്കുന്നത് പോലെ വാതോരാതെ വാക്ചാരുത നടത്താനല്ല ഇവിടെ ശ്രമിക്കുന്നത്. നിങ്ങളുടെ കൽബിനോട്, എന്റെ കൽബിനോടും നിങ്ങളുടെ കൽബിനോടും ചോദിക്കുകയാണ്. ഇന്നത്തെ സുബഹിയുടെ ജമാഅത്ത് നഷ്ടപ്പെട്ടത് യാത്രയിലായിട്ടാണോ? എന്താ നമുക്കൊക്കെ നഷ്ടപ്പെട്ടത്? പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എങ്ങനെ നഷ്ടപ്പെട്ടു? അള്ളാന്റെ റിമ്മത്ത് ഇന്നത്തെ ദിവസം നമ്മിൽ നിന്ന് ഊരിക്കളയാൻ നമ്മൾ തന്നെ കാരണമുണ്ടാക്കിയതാണ്. ഗൗരവം മനസ്സിലായാൽ ഒരൊറ്റ ജമാഅത്ത് നമ്മൾ കളയില്ല. ഒരൊറ്റ ജമാഅത്ത് കളയില്ല. അതുകൊണ്ടല്ലേ ജമാഅത്തിന് എത്താത്ത ആളുകളുടെ പുരുഷന്മാരുള്ള വീട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഞാൻ ഒരാളുടെ ഇഖാമത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഒരാളെ ഇമാമ് നിർത്തിയിട്ട് ഞാൻ ഒന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് നോക്കുക അടുത്തുള്ള വീടുകളിൽ പുരുഷന്മാരുണ്ടോ ജമാഅത്തിന് വരാത്ത. ആ വീട് അങ്ങോട്ട് തീ കൊടുത്താലോ, ആ വീടങ്ങ് കത്തിച്ചു കളഞ്ഞാലോ, ലഖദ് ഹമംതു ഞാൻ അങ്ങനെ ചിന്തിച്ചു പോയി, ആഗ്രഹിച്ചു പോയി. പക്ഷേ എന്റെ ആഗ്രഹത്തിന് അള്ളാന്റെ ഓർഡർ വേണം. അപ്പൊ ഇതിന്റെ ഗൗരവത്തിലുണ്ട്. ജമാഅത്തിനെത്താതെ കടന്നുറങ്ങുന്ന പുരുഷന്മാരുള്ള വീട്, സ്ത്രീകൾക്ക് നിർബന്ധമല്ല, അവർക്ക് വരാം, വന്നാൽ അവർക്ക് കിട്ടും 27 ഇരട്ടി പ്രതിഫലം. മനസ്സിലായില്ലേ? തീയങ്ങ് കത്തിച്ച് ആ വീടങ്ങ് കത്തിച്ചു കളഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയി എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ. ജമാഅത്ത് തന്നെ കിട്ടാത്തവന് പിന്നെ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് പറയാൻ അത് നിർബന്ധമാണ് എന്നൊക്കെ വാദിച്ച പണ്ഡിതന്മാരുണ്ട്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാ. സുബഹിയോട് ചേർന്നുള്ള 2 റക്അത്ത് ഉണ്ടല്ലോ, ഖൈറും മിനദ് ദുനിയ, ഖൈറുൻ അത് ഉത്തമമാണ്, മിനദ് ദുനിയ വമാ ഫീഹാ ഭൂമിയെക്കാളും ഭൂമിയിലുള്ളതിനേക്കാളും. 10 സെന്റ് സ്ഥലം ഉണ്ടാവുമ്പോഴേക്ക് അത് നല്ല അങ്ങാടിയിലായ ലക്ഷങ്ങള് സെന്റിന് കിട്ടുന്ന സ്ഥലമാകുമ്പോഴേക്ക് വമ്പും അഹങ്കാരവും വരുന്ന മനുഷ്യരെ, ഈ ഭൂമി മുഴുവനും നിങ്ങൾക്ക് കിട്ടി, അതിലുള്ളത് മുഴുവനും നിങ്ങളുടേതാകുന്നതിനേക്കാൾ നന്മയാണ് സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ സമ്പത്തേതാ? എനിക്ക് സമ്പത്തില്ല എന്ന് പറഞ്ഞ് കൈമലർത്തണ്ട. സുബഹിയുടെ 2 റക്അത്ത് നമസ്കരിച്ചാൽ ഭൂമിയും അതിന്റെ ഉള്ളിലുള്ളതെല്ലാം കിട്ടിയവനേക്കാൾ ഖൈറുള്ളവനാണ് നീ എന്ന് തങ്ങളായ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളതൊക്കെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പണ്ഡിതന്മാര് പറയാണ്, ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുന്ന ഒരു വാക്ക് കേട്ടോളൂ നിങ്ങൾ. തഫഖദുൽ ഹലാബത ഫീ സലാസത്തി അഷ്യാ. 3 കാര്യങ്ങളിൽ നിങ്ങൾ മാധുര്യം അന്വേഷിച്ചോളൂ. 3 കാര്യങ്ങളിൽ നിങ്ങൾ മധുരം അന്വേഷിച്ചോളൂ, മാധുര്യം അന്വേഷിച്ചോളൂ. 3 കാര്യങ്ങൾ. ഏതാണ് 3 കാര്യം? 1 ഫിസ്സലാത്ത്, നമസ്കാരത്തിൽ നിങ്ങൾ മാധുര്യം നുകർന്നോളൂ.
ഒരു വല്ലാത്തൊരു മധുരാണ്. ആ ജമാഅത്തിന് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ഇങ്ങനെ ജമാഅത്ത് കിട്ടി ഒന്നാമത്തെ സഫില് വലതു ഭാഗത്തൊക്കെ വന്ന് നിന്ന്, എല്ലാവർക്കും വലതു ഭാഗം കിട്ടില്ല, ആദ്യം വരുന്നവർക്ക് വലതു ഭാഗം കിട്ടി. വലതു ഭാഗത്തിന്റെ കൂലി അറിഞ്ഞാൽ, ഒന്നാമത്തെ സഫിലെ വലതു ഭാഗത്തിന്റെ പ്രതിഫലം അറിഞ്ഞാൽ, എല്ലാവർക്കും വലതു ഭാഗത്ത് നിൽക്കാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് പള്ളിയിൽ കയറിയ തിക്കും തിരക്കും കൂടിയിട്ട് പള്ളിയുടെ അധികാരികൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ, നമുക്ക് നറുക്കിടാമെന്ന് പറയുമായിരുന്നു എന്നാ പ്രവാചകൻ പറഞ്ഞു. എന്താ പറഞ്ഞ? നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കല്ലേ, നറുക്കിടാം. ഒഴിഞ്ഞു കൊടുക്കൂല. എന്താ പറയാ? ഞാനാണ് വന്നത്, എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറയാ? അതുകൊണ്ട് ഞാൻ വലതു ഭാഗത്തുനിന്ന് മാറൂല. നിങ്ങൾക്ക് എന്റെ കൂലി മനസ്സിലായിട്ടില്ല, നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. ഇവിടെ ഇപ്പൊ ഈ പള്ളിയിൽ വലതു ഭാഗത്ത് ചിലപ്പോൾ 10 ആക്കാൻ നിൽക്കാൻ പറ്റുക, അല്ലെങ്കിൽ 5 ആക്കാൻ നിൽക്കാൻ പറ്റും. സ്വഫ് ഇങ്ങനെ ബേക്കോട്ട് പോകുന്നവരും വലുതായി വരും. അപ്പോ ഒരു 10 പേര് ഒരുമിച്ച് വന്നാൽ എല്ലാവർക്കും വലതു ഭാഗത്ത് നിൽക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നറുക്കിട്ട് തീരുമാനിക്കും ആരാ നിൽക്കേണ്ടത്. ബാങ്കിന്റെ പ്രതിഫലം അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ തിക്കും തിരക്കും കൂടുമായിരുന്നു പള്ളിയിൽ. നറുക്കെടുപ്പ് നടത്താതെ ബാങ്ക് കൊടുക്കാൻ കഴിയുമായിരുന്നില്ല. അത്ര പ്രതിഫലാണ് ബാങ്കിനും അതുപോലെ ഒന്നാമത്തെ സഫിനും ഒന്നാമത്തെ സഫിലെ വലതു ഭാഗത്തിനുമൊക്കെ എന്ന് കളവ് പറയാത്ത വഹയി പ്രകാരം സംസാരിച്ച മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തഫഖദുൽ ഹലാവത ഫീ സലാസതി അഷ്യാ. 3 കാര്യങ്ങളിൽ നിങ്ങൾ മാധുര്യം നുകരാൻ അന്വേഷണം നടത്തിക്കോളൂ. ഒന്ന് ഫിസ്സലാത്ത്, നമസ്കാരമാണ്. വഫി ദിക്ർ, രണ്ടാമത്തെ ദിക്റാണ്. അതൊരു ചെല്ലുമ്പോണ്ടല്ലോ, അതിങ്ങനെ മനസ്സുകൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അതൊരു മാധുര്യമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, തഹ്ലീലും തഹ്മീദും തക്ബീറും തസ്ബീഹും ഒക്കെ അങ്ങനെ ചൊല്ലി പറയുമ്പോ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇങ്ങനെ ദിക്റുകൾ, 100 കണക്കിന് ദിക്റുകൾ, അതിങ്ങനെ പറയുമ്പോ മധുരം നുകർന്നു പറയാൻ, കൽബ് തട്ടി പറയാൻ കഴിയും. അതാ പണ്ഡിതന്മാര് പറയുന്നത്. 3ാമത്തെ മാധുര്യം നിങ്ങൾ അന്വേഷിക്കേണ്ടത് വഫീ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആനിന്റെ പാരായണത്തിലാണ്. നിങ്ങൾക്ക് ബിസിനസ് ഉണ്ട്, നിങ്ങൾ ഡോക്ടറാണ്, നിങ്ങൾ എഞ്ചിനീയറാണ്, നിങ്ങൾ ബിരുദാനന്ദ ബിരുദം നേടിയവരാണ്, നിങ്ങൾ ആ ഭൗതികമായ വ്യത്യസ്തമായ വളരെ കണ്ണിങ്ങായി പല പദ്ധതികളും നടപ്പിലാക്കുന്നവരാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ 3 കാര്യത്തിൽ മാധുര്യമില്ല. നിങ്ങൾക്ക് ബിസിനസ്സിലെ മാധുര്യം ഇത് പറയാ, എനിക്ക് ബിസിനസ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമാണ്, ഇത് വെറുതെ കഴിയില്ല. കച്ചവടം ഭയങ്കര ഒരു ത്രില്ലാണ്. ആ ത്രില്ല് ഒരു മുസ്ലിമിന് ഉണ്ടാവേണ്ടത് എനിക്ക് ദിക്ർ ചൊല്ലുമ്പോ, ആരും കേൾപ്പിക്കാനല്ല, ആരോടും പറയാനൊന്നല്ല, എനിക്ക് ആ രാവിലെ ഇരുന്ന് വൈകുന്നേരം ഇരുന്ന് ആ ദിക്റൊക്കെ ചെല്ലുമ്പോ അതൊരു ഹൃദയത്തിന് ഒരു ആവേശമാണ്. മതം ആവേശമല്ല, ആദർശമാണ്. മതം ആവേശമല്ല, ആദർശമാണ്. പക്ഷേ അത് ആവേശത്തോടു കൂടി മാധുര്യത്തോടു കൂടി നിർവഹിക്കാൻ കഴിയണം. ഉണ്ടോ ഇല്ലേ നമ്മൾ പരിശോധിക്കുക. എന്നിട്ട് അദ്ദേഹം പറയാണ്, കേട്ടോ, ഈ 3 കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാധുര്യം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ട് എനിക്ക് നിസ്കാരത്തിൽ ഒരു മധുരം കിട്ടുന്നില്ല, എനിക്കൊരു ശ്രദ്ധ കിട്ടുന്നില്ല, ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, എനിക്ക് ദിക്ർ ചൊല്ലണമെന്നൊക്കെ ഉണ്ട്, ഒരു 4-5 ദിക്ർ ചെല്ലുമ്പോഴേക്ക് മനസ്സിങ്ങനെ പതറിപ്പോവുകയാണ്, എനിക്ക് ഖുർആൻ ഓതണമെന്നുണ്ട്, ഒരു 2 പേജ് ഓതാൻ തീരുമാനിച്ച് ഖുർആൻ ഇങ്ങനെ മറിച്ച് 4 വരിയാകുമ്പോഴേക്ക്, ആയത്താകുമ്പോഴേക്ക് പിന്നെ ചെയ്യാം എന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ മുഗ്ലഖുൻ, അത് റബ്ബ് കൊട്ടിയടച്ചിട്ടുണ്ട്. നിന്റെ ഖൽബിന്റെ വാതിൽ അടക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഖൽബിന്റെ വാതില്, പള്ളിന്റെ വാതിലും വീടിന്റെ വാതിലൊക്കെ തുറന്നിടാം. ഖൽബിന്റെ വാതിൽ ദിക്റുകൾ കൊണ്ട് തുറക്കണം, നിസ്കാരം കൊണ്ട് തുറക്കണം, ഖുർആൻ പാരായണം കൊണ്ട് തുറക്കണം. സാധിക്കുമോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കുക പ്രിയപ്പെട്ടവരെ. റബ്ബ് ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇനി പ്രഭാതമാകുമ്പോഴേക്ക് കേട്ടോളൂ, ഈ ഹദീസിൽ പ്രവാചകൻ പറയാ, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ. ويقول الآخر اللهم أعطي ممسكا تلفا.
നമ്മൾ രാവിലെ സുബഹിക്ക് ഇങ്ങനെ എണീക്കുമ്പോ മുറ്റത്തൊരാള് അയാളിങ്ങനെ കൈ നീട്ടി വല്ലതും തരുമോ? അപ്പൊ ഇയാള് പറയുന്നത് രാവിലെ തന്നെ പിരിവ. എണീറ്റ് വരുമ്പോ തന്നെ മനസ്സ് ചൊറിഞ്ഞോ, മനസ്സ് അസ്വസ്ഥമായോ എന്ന കേട്ടോ ഹദീസിൽ നിന്ന്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യഖൂലാനി ഇല്ലാ മലകാനി യൻസിലാനി ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ വയഖൂലു الآخر اللهم അഅതി മുംസികൻ തലഫാ. രാവിലെ പ്രഭാതമാകുമ്പോഴേക്ക് രണ്ട് മലക്കുകൾ നമ്മുടെ അടുത്ത് വന്നു നിന്നിട്ട് കേട്ടോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പറയണ കേട്ടോ? ഒന്നാമത്തെ മലക്ക് പറയും അല്ലാഹുമ്മ അല്ലാഹുവേ അഅതി മുൻഫികൻ ഖലഫാ. ഈ മനുഷ്യൻ കൊടുക്കുകയാണെങ്കിൽ അല്ലാഹുവേ ഇനി ഇയാൾക്ക് പകരം നീ കൊടുക്ക് റബ്ബേ. വയഖൂലു الآخر രണ്ടാമത്തെ മലക്ക് പറയും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ. കൊടുക്കാതെ പിടിച്ചു വെക്കുകയാണെങ്കിൽ നശിപ്പിക്ക് റബ്ബേ. എന്തേ രാവിലെ തന്നെ മലക്കുകൾ പ്രാർത്ഥിക്കണം. എന്താ അറിയോ? ഈ മുഹമ്മദിന്, ഈ അഹ്മദിന്, ഈ സുബൈറിന്, ഈ ഫാത്തിമക്ക്, ഈ മൈമൂനക്ക്, ഈ ആയിഷക്ക്, ഈ ശിഹാബിന് അല്ലാഹുവേ കൊടുക്കുകയാണെങ്കിൽ പകരം വീണ്ടും വീണ്ടും കൊടുക്ക് റബ്ബേ. പിടിച്ചു വെക്കുകയാണെങ്കിൽ നശിപ്പിക്ക് റബ്ബേ. അപ്പൊ ചിലപ്പോ നശിക്കൂല. എന്നിട്ട് ആർക്കും കൊടുക്കൂല, അള്ളാന്റെ മാർഗത്ത് ചെലവഴിക്കൂല, ഭയങ്കര പിശുക്കന, ലുബ്ധനാണ്. എന്നിട്ട് ഇങ്ങനെ സ്വത്ത് വാരി വാരി വരികയാണ്, വെച്ചെടുത്തെല്ലാം പൊന്നായി മാറുകയാണ്. പരീക്ഷണങ്ങളുടെ തീച്ചൂള കൊടുക്കാൻ അള്ളാഹു തീരുമാനിക്കുകയാണ്. മാക്സിമം എത്രത്തോളം പോകും. ചില ആളുകള് തോന്നിവാസത്തിന് ആരെയും ഭയമില്ലാതെ നമുക്ക് തോന്നി ഇവർക്കൊക്കെ എന്തു പറ്റി, മൃഗങ്ങളെക്കാൾ അത് പതിച്ചു. അള്ളാഹു ഇങ്ങനെ ലൂസാക്കി കൊടുക്കും. എന്നിട്ട് ഒറ്റ പിടുത്തമാണ്. അപ്പ പറയും, ആ പിടുത്തത്തിൽ അവൻ പറയും പടച്ചോനെ അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഇറങ്ങാമായിരുന്നു, നിന്റെ മാർഗത്തിൽ കൊടുക്കാമായിരുന്നു, കുറെ കേട്ടിരുന്നു, ഇവിടെ ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല അല്ലാ, ഇനി സമയം തരൂ. അല്ല പറയില്ല, സമയം തീർന്നു. 60 കൊല്ലം തന്നില്ലേ, 50 കൊല്ലം തന്നില്ലടോ, 40 വർഷം തന്നില്ലേ, 35 വർഷം തന്നില്ലേ, ഇല്ല ഇനി നീട്ടിത്തരുന്ന പ്രശ്നമില്ല. എന്താണ് ആ പ്രാർത്ഥന? ആ പ്രാർത്ഥന മനസ്സുകൊണ്ട് പറയട്ടോ, നമ്മളെല്ലാവരും പഠിച്ചു വെക്കുക. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുമ്മ അഅതി മുംസികൻ ഖലഫാ, മുംസികൻ തലഫാ. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, പകരം കൊടുക്കുക. ഖലീഫ എന്നൊക്കെ പറയുന്ന പദം കേട്ടിട്ടില്ല. പിൻഗാമി വരിക, വീണ്ടും വീണ്ടും അതിന്റെ തുടർച്ച ഇങ്ങനെ റബ്ബ് കൊടുക്കുക. ചില ആളുകളെ കുറിച്ച് പറയും അയാൾ ധാരാളം കൊടുക്കും അല്ലാഹുവിന്റെ മാർഗത്തിൽ, അതിനനുസരിച്ച് അയാൾക്ക് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിയ്യത്ത് കറക്റ്റ് ആവണം. അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, നശിപ്പിക്കുക, പിടിച്ചു വെക്കുകയാണെങ്കിൽ. അല്ലാഹു ചിന്തിക്കുന്ന ആലോചിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഞാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കൽബ് വിശാലമാകാൻ, കൽബ് തുറക്കാൻ, കൽബിനുള്ള ഭക്ഷണം ദിക്റാണ് എന്നാണ് ഞാൻ ഈ ഖുതുബയിൽ പറഞ്ഞത്. ആ കൽബ് വിശാലമായാൽ നമ്മുടെ അമലുകൾ സുതാര്യമാകും, എളുപ്പമാകും, വേഗത്തിലാകും. ചെയ്യുന്ന ഇബാദാത്തുകൾക്ക് മാധുര്യമുണ്ടാകും. നമസ്കാരത്തിൽ ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന നല്ല ബോധത്തോടുകൂടി ആത്മാർത്ഥമായി നെഞ്ചിന്റെ ചെരുവിൽ കൈവച്ചുകൊണ്ട്, ആ മിടിക്കുന്ന ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് ഭക്തിയോടുകൂടി നിസ്കാരം നിർവഹിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ മറന്നച്ച വാച്ചും കേട്ടോ, മുമ്പ് പോയതൊക്കെ അപ്പഴ ഓർമ്മ വരും. എല്ലാം അപ്പഴ ഓർമ്മ വരും. നിസ്കാരത്തെ കൈയ്യട്ടിന് ശേഷം കഴിഞ്ഞിട്ട് വേണം ഓടാനും നിൽക്കാൻ. നല്ല ശ്രദ്ധയോടുകൂടി ഇബാദത്ത് നടത്താൻ. പ്രിയപ്പെട്ടവരെ,
ബോധരഹിതനായി കുത്തേറ്റ് മരണത്തിന്റെ വേദനയോട് മല്ലടിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം അനങ്ങാതെ കിടക്കുമ്പോൾ ആളുകൾ പറഞ്ഞു വഫാത്തായി എന്നാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇല്ല, നമുക്കൊന്ന് അസ്വലാത്ത് എന്ന് ചെവിയിൽ ഉറക്കനെ പറഞ്ഞാലോ എന്നാണ്. ജീവൻ ഉണ്ടെങ്കിൽ അനങ്ങുന്നാണ്, ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഇളകും. നിസ്കാരം എന്നാണ് പറഞ്ഞാൽ മതി. ഐസിയിൽ കിടക്കുകയാണെങ്കിലും പ്രിയപ്പെട്ടവരെ നിസ്കരിക്കണം. നമ്മളെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളൊക്കെ ഒന്ന് കാണാൻ വന്നിട്ട് പറയുന്നുണ്ട് 3 ദിവസമായി ഒരു ബോധമില്ല. നമ്മൾ ചിലപ്പോൾ അത് കേൾക്കുന്നുണ്ടാവും, തിരിച്ചു പറയാൻ പറ്റുന്നില്ല, ചുണ്ടനക്കാൻ പറ്റുന്നില്ല, കയ്യനക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ കൽബിൽ ബോധമുണ്ടെങ്കിൽ അപ്പൊ നിസ്കാരത്തിന്റെ സമയമായിട്ടുണ്ടാവും. നമുക്കങ്ങനെ തോന്നുക, ചിലപ്പോൾ ആയിട്ടുണ്ടാവില്ല, തെറ്റിയ പ്രശ്നമില്ല, നമുക്കങ്ങനെ തോന്നി, അപ്പൊ നിസ്കരിക്കാം. കൽബ് കൊണ്ട് നിസ്കാരങ്ങളെ അത്ര നിർബന്ധമാണ് ഒരു മുസ്ലിമിന് നമസ്കാരം. അവിടെയൊക്കെ നമ്മുടെ കൽബ് ഇങ്ങനെ ദീന് കൊണ്ട് നിറയണം. നല്ല സൂക്ഷ്മത, തഖ്വ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരണം. അപ്പൊ ഉണ്ടോ ഭക്ഷണത്തിന്റെ മാർഗം അല്ലാഹ് അങ്ങനെ തുറന്നു തരും. നമ്മൾ തന്നെ പറയാ അറിയാതെ, ഞാൻ വിചാരിച്ചിട്ടില്ലട്ടോ ഇത് ഇങ്ങനെ വിജയിക്കുന്നു, ഇങ്ങനൊരു ഉപജീവനം എന്റെ കുടുംബത്തിന് കിട്ടും, ഞാൻ എന്റെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും ഒരു അത്താണിയായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. 2 തരത്തിൽ വരാം. ഒന്ന് പരീക്ഷണം വരാം, ഒന്ന് നമ്മുടെ സൂക്ഷ്മതയുടെ റിസൾട്ടായി സത്ഫലമായി റബ്ബ് നമുക്ക് തരാം. ഖുർആൻ പറഞ്ഞൊരു വാചകം നോക്ക് നിങ്ങൾ, ആരാണ് അല്ലാഹുവിനെ വേണ്ടതുപോലെ സൂക്ഷ്മത റബ്ബിന്റെ വിഷയത്തിൽ കാണിക്കുന്നത് എങ്കിൽ അവൻ അടഞ്ഞു കിടക്കുന്ന വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് അല്ലാഹു എക്സിറ്റ് കൊടുക്കും അവന്. ഖുർആൻ പറഞ്ഞതാണ്, വേറെ ആരും പറഞ്ഞല്ല, അല്ലാഹ് പറഞ്ഞതാ. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു എക്സിറ്റ് കൊടുക്കും, പുറത്തു കിടക്കാനുള്ള വഴി കൊടുക്കും. പോരാ, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ അല്ലാഹു അവന് ഉപജീവനം നൽകും. ജ്യേഷ്ഠം വീണ് കിടക്കുമ്പല്ലേ താങ്ങിക്കോ, ഷാറായിരുന്നു ജ്യേഷ്ഠൻ, പക്ഷെ ഇപ്പൊ കച്ചവടമില്ല, ബിസിനസ്സിൽ ഒന്നുമില്ല, ഒരു അപകടത്തിൽപ്പെട്ടതാണ്, ആകെ പ്രശ്നമായി. അപ്പോ തിരിഞ്ഞു നോക്കാതിരിക്കണ്ട, താങ്ങിക്കോ, താങ്ങു കൊടുത്തോ, തണല് കൊടുത്തോ. അവന്റെ ഭാര്യക്കും മക്കൾക്കും ഉപജീവനത്തിന് പ്രശ്നമില്ലാത്ത വിധത്തിൽ ആരെയും അറിയിക്കാതെ സഹായിച്ചോ. നീ വീണു പോകുമ്പോ താങ്ങാൻ അല്ലാഹുവോട് ഒരാളെ കൊണ്ടുവരും, ഉറപ്പാ. ഇതിനൊക്കെ തഖ്വ വേണം. ആ ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവട്ടെ. നല്ല തവക്കുലും ചെയ്യുക. ഇതിൽ മൂന്നാമത്തെ ഖുത്ബയില് മൂന്നാമത്തെ കാര്യമാണ് പറയുന്നത്. ഒന്ന് ദിക്റുകൾ കൊണ്ട് നമ്മുടെ കൽബിന് ഭക്ഷണം കൊടുക്കുക. 2 നല്ല സൂക്ഷ്മത കൊണ്ടുവരിക. മൂന്നാമത്തത് ഉറച്ച തവക്കുൽ, എന്റെ റബ്ബ് എന്നെ സഹായിക്കും. ഉറച്ച തവക്കുൽ. തവക്കുലൊക്കെ വിശാലമായ വിഷയങ്ങളാണ്, ഖുത്ബകളായി പറയേണ്ടതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിൽ തന്നെ കാണാം, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, വേണ്ടതുപോലെ തവക്കുൽ ചെയ്താൽ, ചുരുക്കി പറയട്ടെ, ലറസഖ്തും കമാ യർസുഖു ത്വയ്റു തഗ്ദു ഖിമാസ വതറൂഹു ബിത്വാന. പക്ഷികൾ, നിങ്ങൾക്കറിയോ മുഹമ്മദ് ഖാന്റെ വീട്ടുമുറ്റത്ത് കുറെ ഭക്ഷണം കളഞ്ഞിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അവരാണ് പറക്കണ്. രാവിലെ മരത്തിന്റെ ശാഖകളിൽ നിന്ന്, കൂടുകളിൽ നിന്ന് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് പക്ഷികൾ, പറവകൾ ഇങ്ങനെ പറക്കുന്നു. പ്രവാചകൻ പറയണേ, ഒട്ടിയ വയറുമായിട്ടാണ് അവർ പറക്കുന്നത്, നിറഞ്ഞ വയറുമായിട്ടാണ് അവർ കൂടുകളിലേക്ക് തിരിച്ചെത്തുന്നത്. ആരാണ് അവർക്ക് ഭക്ഷണം കൊടുത്തത്? നിങ്ങൾ തവക്കുൽ ചെയ്യൂ അല്ലാഹുവിൽ, നിങ്ങൾക്കുള്ള ഉപജീവനം അവൻ തരും. 5 മക്കളാ, ടെൻഷൻ അടിക്കണ്ട. 5 മക്കളെ തന്നത് റബ്ബാണ്. അവർക്കുള്ള ഉപജീവനം അല്ലാഹ് ഭൂമിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നീ ജീവിച്ചിരുന്നാലും മരിച്ചാലും. മനസ്സിലായില്ലേ? ഒക്കെ അല്ലാഹ് മാർഗം കണ്ടിട്ടുണ്ട്, കണ്ടെത്തണം. അവന്റെ മുമ്പിൽ വഴികളുണ്ടാവും. അലസനായി ആലസ്യത്തിൽ വീട്ടിലിങ്ങനെ പുതച്ചുകൂടി ഇരുന്നാൽ കിട്ടൂല. പണിയെടുക്കണം, അധ്വാനിക്കണം, ഇറങ്ങണം, അന്വേഷിക്കണം. ഒരു ജോലി വേണം. എന്താ ചെയ്യേണ്ടത്? വീട്ടിലിരിക്കുക, നമ്മളെ തെരഞ്ഞാരും വരില്ല, നമ്മളിറങ്ങണം. അതുകൊണ്ട് ചിന്തിക്കുക, ആലോചിക്കുക. ഈ വാക്കെന്താണ്? ഒട്ടിയ വയറുമായി പറക്കുന്ന പക്ഷികൾ വൈകുന്നേരം നിറഞ്ഞ വയറുമായി കൂട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ രാവിലെ നിങ്ങളുടെ ഉപജീവന മാർഗത്തിന്, ഹലാലായ മാർഗത്തിൽ എന്ത് കച്ചവടവുമാകാം,
ആളുകൾ ചിലപ്പോ അതാ കച്ചവടം എന്നൊക്കെ ചോദിക്കാം. എന്തും ഹലാലായ കച്ചവടവുമാകാം, ഏത് ഹലാലായ ജോലിയുമാകാം. ഇറങ്ങൂ, നിന്റെ ഉപജീവന മാർഗം റബ്ബിൽ തവക്കുൽ ചെയ്താൽ നിനക്ക് തരും അല്ലാഹ്. അങ്ങനെയുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ, നിന്നെ ഓർക്കുന്ന, നിന്നെ സ്മരിക്കുന്ന, ദിക്റുകൾ വർദ്ധിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരണം ഏത് സ്ഥലത്ത്, ഏത് ദിവസം, ഏത് സമയം റബ്ബേ നിനക്ക് മാത്രമേ അറിയൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത السميع العليم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين آمين آمين برحمتك يا أرحم الراحمين.